ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു സ്വതന്ത്ര ജനാധിപത്യ ബഹുസ്വര രാഷ്ട്രത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ മതങ്ങളെക്കുറിച്ചും മിനിമം അറിയാം. മാക്സിമം അറിയേണ്ട കാര്യമില്ല. അതുപോലെ വ്യത്യസ്ത മതവിഭാഗങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്കറിയാം. അവരുടെ കൾച്ചർ എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ. കാരണം ചെറിയ പ്രായം മുതലേ മിക്സ്ഡ് കൾച്ചറിൽ ഇരുന്ന് സ്കൂൾ പഠനമായിരുന്നാലും സൗഹൃദമായിരുന്നാലും ഒക്കെ പങ്കിട്ടവരാണ് നമ്മൾ. അയൽവാസി ബന്ധങ്ങളായിരുന്നാലും സൗഹൃദങ്ങളായിരുന്നാലും എല്ലാം ഇതര മതവിഭാഗത്തിൽ നിന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ മതവിഭാഗത്തിൻ്റെയും സംസ്കാരം എന്തായിരിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്റർകാസ്റ്റ് മാരേജുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ഒരു പ്രത്യേക മതത്തിൽ മാത്രം സംഘടിതമായി ഗൂഢലക്ഷ്യങ്ങളോടെ പിരിവിട്ട് അവരെ ആ മതത്തിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നീട് 4-ൽ ഒരാളാക്കി മാറ്റാനും പൊട്ടിത്തെറിപ്പിച്ച് വിധവകളാക്കി മാറ്റാനും അതുപോലെ ലൈംഗിക അടിമകളാക്കി മാറ്റാനും ഒന്നും കൂട്ടുനിൽക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഏതു മതത്തിലേക്ക് നമ്മുടെ ആളുകൾ ചേക്കേറിയാലും അവരിവിടെ ഉണ്ടാകും. ഒരു പ്രത്യേക മതത്തിലേക്ക് മാറിയാൽ മാത്രം ഈ രാജ്യത്തുണ്ടാകില്ല. അതുകൊണ്ടാണ് നിമിഷ ഫാത്തിമമാരെയും സോണിയ സെബാസ്റ്റ്യന്മാരെയും ഒക്കെ ഇടയ്ക്കിടയ്ക്കെങ്കിലും നമുക്ക് അനുസ്മരിക്കേണ്ടി വരുന്നത്. ഇപ്പോഴിതാ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമായ റസ സഹന്റെ വിവാഹ നിശ്ചയം ഇന്ത്യൻ വംശജയായ ഒരു യുവതിയുമായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ വാർത്തകൾ. ഇടം കയ്യൻ സ്പിന്നറായ റസ ഹസൻ പൂജ ബൊമ്മൻ എന്ന ഇന്ത്യക്കാരിയെയാണ് വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നത്. വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ യാത്രയ്ക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് എന്ന് റസ ഹസൻ പൂജയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ സ്നേഹം എന്നേക്കും എന്റേതായിരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. അവൾ അതേ എന്ന് പറഞ്ഞു. വരാനിരിക്കുന്ന എല്ലാ സാഹസികതകളും ഒരുമിച്ച് നേരിടാനുള്ള ആവേശത്തിലാണ് എന്നും താരം വ്യക്തമാക്കി. അടുത്ത വർഷം ജനുവരിയോടെ ആയിരിക്കും വിവാഹം നടക്കുക. പാകിസ്ഥാൻ വിട്ടതിന് ശേഷം 32-കാരനായ റസ US-ലാണ് കഴിയുന്നത്. പൂജ ബൊമ്മൻ എന്നാണ് പ്രതിശ്രുത വധുവിന്റെ പേര്. 32-കാരിയായ പൂജയും US-ൽ സ്ഥിരതാമസമാക്കിയ വ്യക്തിയാണ്. പൂജ ഹിന്ദുമത പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. എന്നിരുന്നാലും പൂജയ്ക്ക് ഇസ്ലാമിൽ താല്പര്യമുണ്ടെന്നും തനിക്കു വേണ്ടി മതം മാറാൻ തയ്യാറാണെന്നും റസ വ്യക്തമാക്കി. അതേസമയം രണ്ടുപേരുടെയും വിവാഹ നിശ്ചയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പലരും പൂജയ്ക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമായിരുന്ന ഷൊഐബ് മാലിക്കിനെ വിവാഹം കഴിച്ച ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? അതുപോലത്തെ ഗതിയാകരുത് എന്നും കുഴിയിൽ ചാടുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കൂ എന്നൊക്കെയാണ് ആളുകൾ വിവാഹ നിശ്ചയ വാർത്തയ്ക്ക് തന്നെ താഴെ കമന്റായിട്ടിടുന്നത്. തെന്നിന്ത്യൻ താരസുന്ദരി തമന്ന പോലും പാക് ക്രിക്കറ്റ് താരത്തെ ചേർത്തുള്ള ഗോസിപ്പ് ഉയർന്നപ്പോൾ തന്നെ തിരുത്തി പ്രസ്താവന ഇറക്കിയത് ഓർമ്മയില്ലേ? അപകടം അവർക്കും അറിയാം എന്നൊക്കെയാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു വാർത്തയും സമാനമായ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുകയാണ്. അഭിനയവും സൗന്ദര്യവും ഒത്തിണങ്ങിയ തെന്നിന്ത്യൻ താരറാണിയായ പ്രിയാമണി വിവാഹശേഷം സാമൂഹിക മാധ്യമങ്ങളിൽ തനിക്കുണ്ടായ വിദ്വേഷ കമന്റുകളെ കുറിച്ച് സംസാരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. തങ്ങളുടെ വ്യക്തി ജീവിതത്തിനിടയിലേക്ക് മറ്റുള്ളവർ മതം കലർത്തുന്നതിനെ പറ്റിയും പേഴ്സണൽ സ്പേസിൽ പോലും വിദ്വേഷം കുത്തിവെക്കുന്നതിനെ കുറിച്ചിട്ടുമുള്ള തുറന്നു പറച്ചിലാണ് പ്രിയാമണി നടത്തിയിരിക്കുന്നത്. ഫിലിം ഫെയറിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. തങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത മാനസിക രോഗബാധിതരായ ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമെന്നവർ പറയുന്നു. എല്ലാവരും അല്ലെങ്കിലും മിക്കവരും ഈ കാലത്ത് മറ്റുള്ളവരുടെ കാര്യത്തിൽ അതീവ തൽപരരാണ്. തന്റെ ദീർഘകാല പ്രണയത്തിനൊടുവിൽ 2016-ലാണ് ദീർഘകാല കാമുകൻ മുസ്തഫ രാജുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ വ്യത്യസ്ത മതവിശ്വാസങ്ങൾ കാരണം അവരുടെ പ്രണയം പെട്ടെന്ന് വിവാദത്തിലായി. ചിലർ അവരുടെ ജനിക്കാനിരിക്കുന്ന കുട്ടികൾ തീവ്രവാദികളാകുമെന്ന് വരെ പറഞ്ഞു. 2017-ലെ അവരുടെ വിവാഹശേഷവും ഈ നിഷേധാത്മകത നിലനിന്നിരുന്നു എന്ന് പ്രിയാമണി പറഞ്ഞു. ഫേസ്ബുക്കിൽ വിവാഹ നിശ്ചയം അറിയിച്ചുകൊണ്ട് കുടുംബത്തിന്റെ സമ്മതത്തോടെ ഒരു സന്ദേശം പോസ്റ്റ് ചെയ്തതോടെ വിദ്വേഷ കമന്റുകളുടെ പ്രവാഹമായിരുന്നു. ജിഹാദ്, മുസ്ലിം, നിങ്ങളുടെ കുട്ടികൾ തീവ്രവാദികളാകാൻ പോകുന്നു എന്നിങ്ങനെ
ആളുകൾ നിരന്തരമായി തനിക്ക് പ്രത്യേക രൂപത്തിലുള്ള സന്ദേശങ്ങൾ അയക്കുമായിരുന്നു എന്നവർ പറഞ്ഞു. ഇത് നിരാശാജനകമാണ്. എന്തിനാണ് മിശ്രവിവാഹ ദമ്പതികളെ ലക്ഷ്യമിടുന്നത്? ജാതിക്കും മതത്തിനും പുറത്ത് വിവാഹം കഴിച്ച് നിരവധി മുൻനിര താരങ്ങളും നമ്മൾക്കിടയിലുണ്ട്. അവർ മതം നോക്കാതെ ഒരാളുമായി പ്രണയത്തിലായി. എന്തുകൊണ്ടാണ് ഇതിനു ചുറ്റും ഇത്രയധികം വിദ്വേഷമുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പ്രിയാമണി പറഞ്ഞു. അടുത്തിടെ നടന്ന ഒരു സംഭവവും പ്രിയാമണി പങ്കുവച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടതിന് ശേഷം ആരോ താൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് ആരോപിച്ചു. ഞാൻ മതം മാറിയോ എന്ന് എനിക്കെങ്ങനെ അറിയാം? അതെന്റെ തീരുമാനമാണ് എന്നും അവർ മറുപടി പറഞ്ഞു. ഏതു മതം സ്വീകരിക്കാനും നിരാകരിക്കാനും, ഇനി അതല്ല മതം മാറാനുമൊക്കെ ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. അവര് പറയുന്നു, ഞാൻ എന്തുകൊണ്ടാണ് നവരാത്രിക്ക് പോസ്റ്റ് ഇടാത്തത് എന്ന് ആളുകൾ ചോദിക്കുന്നു. എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി എന്നെ അത് ബാധിക്കില്ല. അത്തരം നിഷേധാത്മകതയിൽ ശ്രദ്ധ ചെലുത്തേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യണമെന്ന് പോലും മറ്റുള്ളവർക്കാണ് ആശങ്ക. തന്റെ ഈദ് പോസ്റ്റിനോടുള്ള വിദ്വേഷ കമന്റുകളെ സൂചിപ്പിച്ചുകൊണ്ട് പ്രിയാമണി പ്രതികരിച്ചു. വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ 2017 പ്രിയാമണിയും മുസ്തഫ രാജും വിവാഹിതരാകുന്നത്. പ്രിയാമണി ബ്രാൻഡ് അംബാസഡറായും മുസ്തഫ ഇവന്റ് മാനേജറായും പ്രവർത്തിക്കുന്ന IPL ടൂർണമെന്റിലാണ് അവരുടെ പ്രണയം മുട്ടിട്ടത്. 2017 രണ്ടുപേരും ബാംഗ്ലൂരിൽ വിവാഹം രജിസ്റ്റർ ചെയ്തു. ദൂരെ നിന്ന് നോക്കുന്നവർക്ക് എന്തും പറയാം. പക്ഷേ പ്രണയിച്ച് നമുക്ക് മാനസികമായി ഇണങ്ങിയ ഒരാളുമായി ഒരുമിച്ച് ജീവിക്കുന്നു. അതിനകത്ത് എല്ലാ രസങ്ങളും ഉണ്ടാകും. നവരസങ്ങൾ ശരി, എക്സ്ട്രാ രസങ്ങൾ വേറെയും വരും. ഇതങ്ങനെയല്ല. അറേഞ്ച്ഡ് മാരേജിനും പ്രശ്നങ്ങൾ ഉണ്ടാകും, ലവ് മാരേജിനും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊന്നും ഇല്ലെന്നല്ല പറയുന്നത്. മറിച്ച് ഈ വ്യത്യസ്ത മതവിഭാഗക്കാർ, പ്രത്യേകിച്ച് മുസ്ലിം പയ്യന്മാർ, മറ്റവർ അമുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടികൾ, അങ്ങനെ വരുമ്പോ നടന്ന വിവാഹങ്ങളിലൊക്കെ അധികവും ഒന്നുകിൽ വിവാഹമോചനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ മറ്റതിലില്ലേന്ന് ചോദിക്കും. അത്രയ്ക്കില്ല. അതല്ലെങ്കിൽ അയാൾക്ക് വേറെ കല്യാണം കഴിക്കണം, ഇത് പോരാ എന്നൊരു തോന്നൽ. അതുമല്ലെങ്കിൽ 35 കഷ്ണങ്ങളായി മക്കൾ വീട്ടിലെ ഫ്രിഡ്ജിലിരുന്ന് വിശ്രമിക്കുന്നത് കാണേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു അഫ്താബ് അമീനോ ഒരു ശ്രദ്ധ കപൂറോ മാത്രമല്ല, നിരവധി സംഭവങ്ങൾക്ക് സാക്ഷിയായവരാണ് നമ്മൾ. ഒരുപക്ഷെ പ്രേമിക്കുന്നതിന് മുമ്പ് അങ്ങനെ ആണല്ലോ. പ്രേമത്തിന് കണ്ണും മൂക്കും ഒന്നുമില്ല. വിശ്വസിക്കുന്നു, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഒരുമിച്ച് ജീവിച്ച് കഴിയുമ്പോൾ ചട്ടിയും കലവുമാണ്, തട്ടിയും മുട്ടലുകളും ഒക്കെ ഉണ്ടാകും, സർവ്വസാധാരണമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കൊല്ലാനുള്ള പകയിലേക്ക് പോകരുത്. അത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വേറൊരു മതത്തിലേക്ക് മാറുന്നതോ ആ രൂപത്തിൽ പ്രണയിക്കുന്നതോ വിവാഹം കഴിക്കുന്നതോ ഒന്നും ഒരു തെറ്റല്ല. ഇത് പയ്യന് വേണ്ടി മാത്രം, വിവാഹത്തിന് വേണ്ടി മാത്രം ഇസ്ലാമിലേക്ക് മാറ്റപ്പെടുമ്പോൾ അതിന്റെ പരിണിത ഫലം കൂടി ഒന്ന് ആലോചിക്കുക. ഇനിയും ഒരു കമലാ സുരയ്യ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്, ഇനി ഒരു ശ്രദ്ധ കപൂർ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. നന്ദി.